എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഞാനിവിടെ ഇന്ന് റിലീസ് ചെയ്ത പുസ്തകം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് എഴുത്തുകാരൻ്റെയാണ്. ഞാനിന്ന് റിലീസ് ചെയ്ത ഈ പുസ്തകം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് തത്വചിന്തകൻ്റെതാണ്. എന്തൊരു അഭിമാനമാണ് ഈ കുട്ടി നമുക്കെല്ലാവർക്കും. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ നിറകണ്ണുകളോടുകൂടിയാണ് വായിച്ച് അവസാനിപ്പിച്ചത്. എനിക്ക് തോന്നി, ആർക്കാണ് ഡിസബിലിറ്റി? നമുക്കൊക്കെയാണ് ഡിസബിലിറ്റി. അവർക്കൊന്നും ഒരു ഡിസബിലിറ്റി ഇല്ല. അവർക്ക് ഡിഫറൻസാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. പറഞ്ഞറിയിക്കാനുള്ള വാക്കുകളില്ല. ഈ അമ്മയല്ലേ ഈ മകനെ ചേർത്ത് പിടിച്ച് ഈ പുസ്തകങ്ങളിലെല്ലാം എഴുതിച്ചത്. എനിക്ക് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്, ആദ്യത്തെ 2 പുസ്തകം കൂടി വായിക്കണമെന്ന്. ഞാൻ വായിച്ചിട്ടില്ല. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിക്ക് വായിക്കണമെന്ന് തോന്നുന്നത്. ജോർജ് ഓണക്കൂർ സാർ പറഞ്ഞതുപോലെ ഒരമ്മ ഇങ്ങനെ മകനെ ചേർത്ത് പിടിച്ച് മകന്റെ അകത്തുള്ള ഈ സവിശേഷതകളെ കണ്ടെത്തി, മകന്റെ പ്രത്യേകതകളെ കണ്ടെത്തി അതൊരു പുസ്തക രൂപത്തിലാക്കി. നിങ്ങൾ ഈ പുസ്തകത്തിൽ 9 ചോദ്യങ്ങൾ ഉണ്ടാക്കി. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന്റെ നിലവാരം, ചോദ്യങ്ങളുടെ നിലവാരം, അതിലെ ഉത്തരങ്ങളുടെ നിലവാരം നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഒരു കാര്യമാണ്. പറയാതെ കേരളത്തിന് വേണ്ടി ഞാൻ പറയാം, ഒരു മോഡലാണ് ഈ അമ്മ. എല്ലാ അമ്മമാർക്കുള്ളൊരു മാതൃക കൂടിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വായിക്കണം, എല്ലാവരും വായിക്കണം. കേരളം മുഴുവൻ ഈ പുസ്തകം വായിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നമുക്ക് എത്രമാത്രം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു, ഈ വേദിയിൽ വെച്ച് ഈ സർക്കാർ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കും. ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാക്കും. നോ ബാരിയേഴ്സ് എന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടി അഭിപ്രായം, വളരെ പ്രമുഖരായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ വിനയേന്ദ്രനായിട്ട് ഞാൻ പറഞ്ഞതാണ്, വളരെ ഇതായിട്ട് വളരെ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ടാകും. നമുക്ക് ഈ കുഞ്ഞുങ്ങളിലെ